ഹൃദയപൂർവ്വം മൂവി കഴിഞ്ഞ് വരികയാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ഹാർട്ടിലുണ്ടാകുന്ന ബീറ്റ് ഉണ്ടല്ലോ, ചെറിയ രീതിയിൽ ലാഗ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ നമ്മൾ ആ പടത്തിലേക്ക് ഇണക്കി ചേർന്ന് വീണ്ടും ഡൗൺ ചെയ്ത് വീണ്ടും അപ്പ് ചെയ്ത് നമ്മൾ പടം തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ വേരിയേഷനാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പോലെ തന്നെയാണ് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് ആ പടത്തിന് ലൈഫ് കൊടുക്കുന്നത്. സത്യനന്ദിക്കാട്ടിൻ്റെ എല്ലാ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലാഗ് ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പടം എന്ന് പറയുന്നത് എല്ലാം ഇൻകംപ്ലീറ്റഡ് ആണ്. മനസ്സറിഞ്ഞ് സന്തോഷിക്കുമ്പോൾ നമുക്ക് മുഖത്തുണ്ടാവുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് എൻ്റെ ത്രൂ ആ പടം ഉണ്ട്, ആ പടത്തിലുണ്ട് നമുക്ക്. പിന്നെ അതിനെക്കുറിച്ച് അഭിനയിച്ച ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും സൂപ്പറായിട്ടാണ് ആക്ട് ചെയ്തത്. നമ്മൾ ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യുന്നുണ്ട്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഫീലിങ്സ് വരെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഡോഗ് വരെ ഉണ്ട്, ആ ഡോഗ് എന്താണ് പുള്ളിക്കാരനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും നമുക്കത് കണക്റ്റ് ആവും. പിന്നെ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ചിരി, പുള്ളിക്കാരൻ്റെ ആക്ടിങ്, കരഞ്ഞ് അഭിനയിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് ഒക്കെ. ഇനി ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരു കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ചു വിട്ട കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെല്ലാവരും മസ്റ്റായി തിയേറ്ററിൽ തന്നെ പോയി കാണാം. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളൊരു നല്ല മഴയത്ത് കട്ടൻ കാപ്പിയും പരിപ്പൊടിയും കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ കിട്ടും. അതെൻ്റെ ഗ്യാരണ്ടി.